തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ലിഡിലിലേക്കാണ് പോകുന്നത്. പാലും ചിക്കനും മാത്രം വാങ്ങാനാണ് കേട്ടോ പോകുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നടന്നാട്ടോ പോയത്. വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല അധികം തണുപ്പില്ല. അപ്പോൾ പിന്നെ നടന്ന് പോകാൻ കരുതിയിട്ട്. അപ്പോൾ ഇതാണ് ലിഡിൽ. ഇവിടെയാണ് നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാട്ടോ വാങ്ങുന്നത്. എന്നാലും നമ്മൾ എല്ലാ മാസവും ലിഡിൽ വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെന്ന് നേരെ കയറുന്നത് ബേക്കറി സെക്ഷനാട്ടോ. ബേക്കറി സെക്ഷൻ്റെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പൂന് എന്താ വേണ്ടതെന്ന് അവന് തന്നെ അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവൻ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് അവന് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് അവന് ഇഷ്ടമുള്ള സാധനം എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഞാൻ അത് പാക്ക് ചെയ്ത് കൈ കൊടുത്തു. എന്നാലേ പിന്നെ നമുക്ക് മനസ്സറിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചിക്കൻ വാങ്ങാനാണല്ലോ വന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ നമുക്ക് ഓരോ ചിക്കൻ ലെഗ്സ്, തൈസ്, വിങ്സ്, പിന്നെ ഓൾ ചിക്കൻ, അതിൻ്റെ തന്നെ മീഡിയം, സ്മോൾ, ലാർജ് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ്റെ ലെഗ് പീസ് അല്ലെങ്കിൽ തൈ പീസ്. അപ്പോൾ തൈസിന് വിത്ത് സ്കിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ചിക്കൻ ലെഗിൻ്റെ വിത്ത് സ്കിന്നുള്ള ഒരു ബോക്സ് എടുത്തിട്ടോ. അതൊക്കെ 2 പൗണ്ട് 5 പെൻസ് കേട്ടോ ചിക്കനൊക്കെ. പിന്നെ ചിക്കനും പാലും മാത്രമാണ് വാങ്ങാൻ വന്നെങ്കിൽ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ ഇതെപ്പോൾ വന്നാലും ഞങ്ങൾ എടുക്കുന്ന കേട്ടോ പോർക്ക് സോസേജ്. അത് അപ്പൂന് വേണ്ടിയിട്ടാണ്. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് സോസേജൊക്കെ. അതുപോലെ എനിക്കും അപ്പൂന് ഏറ്റവും ഫേവറേറ്റ് സാധനം കേട്ടോ ഈ സുഷി. എനിക്ക് തോന്നുന്നു UK കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ലിഡിൽ, അതുപോലെ തന്നെ അസ്ത. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ലിഡിലായതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന കാലം തൊട്ടേ ലിഡിൽ തന്നെയാണ് ഷോപ്പിങ്ങിന് വരാറുള്ളത് കേട്ടോ. പിന്നെ ഇതെപ്പോഴും ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മസ്റ്റാണ് കേട്ടോ ടോർട്ടിയ റാപ്സ്. അപ്പോൾ ഇത് ടോർട്ടിയ റാപ്സ് ആണെങ്കിൽ ഞങ്ങൾ റാപ്പും ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൊരു സാധനമാണ് ടോർട്ടിയ. അതെല്ലാം എപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നൊരു സാധനമാണ് കേട്ടോ അത്. പിന്നെ ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ക്ലാസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്വാളിറ്റി അനുസരിച്ച് അങ്ങനെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് ലിഡിൽ. പിന്നെ ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ലിഡിലുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിനുണ്ട്. പിന്നെ ഈ സംഭവം അഡ്വൻറ്റ് കലണ്ടർ എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്രിസ്മസിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ. കാര്യം നമുക്ക് ഓരോ ദിവസം ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഗിഫ്റ്റ് എടുക്കാം. December 1 തൊട്ട് ക്രിസ്മസിൻ്റെ അന്ന് വരെ അങ്ങനെ 1 to 25 ഡേയ്സിൽ നമുക്ക് ഓരോ ഗിഫ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. അതാണ് സംഭവം. ഇതിപ്പോൾ ഓരോ സ്വീറ്റ്സിൻ്റെ അഡ്വൻറ്റ് കലണ്ടറാണ്. അഡ്വൻറ്റ് കലണ്ടർ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ജ്വല്ലറി ടൈപ്പ്, ടോയ്സ് ടൈപ്പ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചുപ്പാ ചുപ്സിൻ്റെയും ഗാലക്സിയുടെയും പിന്നെ എല്ലാ ബ്രാൻഡഡ് സ്വീറ്റ്സിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്വാളിറ്റി സ്ട്രീറ്റ്സും സെലിബ്രേഷൻസൊക്കെ ടബ് കണക്കിനാണ് കേട്ടോ ലിഡിലുള്ളത്. പിന്നെ ഇത് ചെറിയ ഹീറ്റർ ആട്ടോ, ഫാൻ ഹീറ്റർ. പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ, 24 പൗണ്ടൊക്കെയാണ്. പിന്നെ ചിക്കൻ നഗറ്റ്സ്. ഇത് അപ്പൂന് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് എപ്പോഴും ഫ്രീസറിൽ സ്റ്റോക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ ഇവിടെ എല്ലാ മിക്സഡ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫ്രോസൺ കിട്ടും കേട്ടോ. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എളുപ്പപ്പണിയാണ്, നമ്മൾ അരിയാനൊന്നും നിൽക്കണ്ടല്ലോ. വെജിറ്റബിൾസ് മാത്രമല്ല, ഇതുപോലത്തെ ചിക്കൻ പാസ്ത,
പിന്നെയാണെങ്കിൽ ചില ടൈമിൽ വന്ന് നമ്മുടെ വൈറ്റ് റൈസ് ഇല്ലേ, കുക്ക്ഡ് വൈറ്റ് റൈസൊക്കെ ഫ്രോസൺ ഇരിക്കുന്ന കാണാം കേട്ടോ. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്നൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പാകത്തിനാണ്. അതുപോലെ തന്നെ സാൽമൺ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ലിഡിലിൽ. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഫുൾ ഒരു സാൽമൺ കാണുന്നത്. 10 പൗണ്ട് അടുപ്പിച്ചുണ്ട് കേട്ടോ അത്. പിന്നെ ക്രിസ്മസ് ആവുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ക്രിസ്മസ് ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കനല്ല, ടർക്കിയാണ് കേട്ടോ. അപ്പോൾ ടർക്കിയുടെ ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ടർക്കി ഒരു 6 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നേ. അത് 24 പൗണ്ട് എന്തോ ആയിരുന്നു, 24 പൗണ്ട്. ഓക്കെ, അത് 2400 രൂപ കേട്ടോ നമ്മുടെ നാട്ടിൽ ഏകദേശം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ നാട്ടിൽ വാർത്ത ആ ഒരു സാധനമില്ലേ, അതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ മീഡിയം, ലാർജ്, സ്മോൾ സൈസ് ഇങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് ഈ ടർക്കി പോലുള്ള സാധനങ്ങൾ. പിന്നെ ഒക്ടോപ്പസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒക്ടോപ്പസും ഇതുവരെ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ല, അല്ലാതെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ തന്നെ തിരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ലോബ്സ്റ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനത്തെയുള്ള സ്റ്റോക്കൊക്കെ കൂടുതൽ വന്നൊരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റമിൻ ഡി വാങ്ങാനും കൂടിയാണ് മെയിനായിട്ട് ലിഡിലിൽ വരാനുള്ള റീസൺ. കാര്യം വൈറ്റമിൻ ഡി ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. കാര്യം ഹെയർ ലോസും ഡിപ്രഷനും മൂഡ് സ്വിങ്സൊക്കെ മാറണമെങ്കിൽ അത്യാവശ്യം വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തള്ളിപ്പോവുള്ളൂ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ പാലും ചിക്കനും വൈറ്റമിൻ ഡിയും വാങ്ങാൻ വന്നതാണ്. തിരിച്ച് പോകുമ്പോൾ കയ്യിൽ ട്രോളി ഫുള്ള് നിറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അതെപ്പോഴും എവിടെ ഷോപ്പിങ്ങിന് പോയാലും അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അപ്പുവാണ് കേട്ടോ എനിക്ക് ബില്ലടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തു തരാനായിട്ട്. പിന്നെ ഈ ലിഡിൽ പ്ലസിൻ്റെ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത്ര പർച്ചേസിൽ ചിലപ്പോൾ 2-3 ഐറ്റംസൊക്കെ ഫ്രീ കിട്ടാറുണ്ട് കേട്ടോ. ബേക്കറി ഐറ്റം, വെജിറ്റബിൾസും ഏതെങ്കിലുമൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പിനകത്ത് ഫ്രീ ഐറ്റംസ് വരാറുണ്ട്. ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ അന്നാണെങ്കിൽ ഫ്രീ ഡോനട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കകത്ത് ഫ്രീ വെജിറ്റബിൾസ് ഉള്ളായിരുന്നു. ഞാനൊരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടോ. 3 എണ്ണം ഉണ്ടായിരുന്നു, ലെറ്റ്യൂസും ടൊമാറ്റോയും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിയിലൊക്കെ താഴെ റോഡ് സൈഡിൽ ഇലകളൊക്കെ വീണ് കിടക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓട്ടം സീസൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ. ഇങ്ങനെ കളർഫുൾ മീൻസ് ഇങ്ങനെ ഇല കൊഴിയുന്ന ആ ഒരു ഭംഗി കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു മിനി വ്ളോഗായിട്ട് വേഗം കാണാം. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ബൈ.